ടേസ്റ്റി കാട ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി കാട ക്ലീൻ ചെയ്ത് സ്ലിറ്റൊക്കെ ഇട്ട് അതിൻ്റെ ബാക്ക് ബോൺ അപ്പ് ടു ഡൗൺ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫ്ലാറ്റ് ആവും, ഈസി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഈ മസാലകളെല്ലാം കൂടി കുറച്ച് സാൾട്ടും ലെമൺ ജ്യൂസും ഇട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുത്തു. എന്നിട്ട് അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കോക്കനട്ട് ഓയിൽ ചൂടാക്കി അതിലേക്ക് ഇട്ട് ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്യണം. എന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം. കുറച്ച് ചെറിയ ഉള്ളി, ഗ്രീൻ ചില്ലി, കറി ലീഫൊക്കെ ഇതുപോലെ എടുത്ത് വെച്ച് തൊലിയോടുകൂടി ഗാർലിക് ചതച്ച് വെച്ച് റെഡ് ചില്ലി ഫ്ലേക്സും കാശ്മീരി ചില്ലി പൗഡർ എടുത്ത് വെച്ചു. നമ്മൾ ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് കുറച്ച് ഓയിൽ വേറൊരു പാനിലൊഴിച്ച് ഇതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് സാൾട്ട് ഇട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച കാട അതിനകത്തോട്ടിട്ട് നന്നായിട്ട് ഇളക്കി ചില്ലി പൗഡർ ഇട്ട് വീണ്ടും ഇളക്കി നമുക്കൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് കുക്ക് ചെയ്യാം. എന്നിട്ട് കുറച്ച് സാൾട്ടും ഇട്ട് നന്നായിട്ട് ഇളക്കി 5 മിനിറ്റ് കൂടെ വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി കാട ഫ്രൈ റെഡി. കാടയും ഓണിയും വഴറ്റിയതെല്ലാം കൂടി സെർവ് ചെയ്യണം.